നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലായിടവും നല്ല മഴയുണ്ടല്ലേ. മഴയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വഴുക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വേണം കേട്ടോ നടക്കാനും എല്ലാം കേട്ടോ. കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ മുറ്റത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. ആരും പുറത്തേക്കൊന്നും ഇറങ്ങി നിൽക്കരുത്. കാറ്റ് വരുമ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങി നിൽക്കരുത് കേട്ടോ. അപ്പോൾ വളരെയധികം കെയർ ചെയ്യാൻ നടക്കുമ്പോഴും ഒരു തരി വെള്ളം ഉണ്ടെങ്കിൽ മതി, നമുക്ക് സ്ലിപ്പാകും കേട്ടോ. അതുപോലെ തന്നെ മഴക്കാലം വരുമ്പോൾ കൂടുതലും സ്ലിപ്പറി ആയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് വേണം കേട്ടോ മുന്നോട്ട് പോകാൻ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഞാൻ ഇന്നിപ്പോൾ തേച്ചത് ബാത്ത് പൗഡറാണ് കേട്ടോ. കുറേ നാളായി ബാത്ത് പൗഡർ തേച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടായിരുന്നതാണ്, ക്ലിനിക്കിലൊക്കെ നമ്മൾ കൊടുത്തിരുന്നതാണ്. താളി പോലെ തന്നെയാണ് അത് കേട്ടോ. അപ്പോൾ അത് കുറേ നാളായി ഞാൻ തേച്ചിട്ട്. അപ്പോൾ ഇന്നൊന്ന് തേച്ചു ബാത്ത് പൗഡർ. ആ ബാത്ത് പൗഡർ നമുക്ക് ഇതുപോലെ തലയിലും പിന്നെ മുഖത്ത് പിന്നെ സോപ്പിന് പകരം ദേഹത്തൊക്കെ തേക്കാൻ പറ്റുന്നതാണ്. പൊടിയാണ് അത്, വെറുതെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ തേക്കുന്നത്, താളിപ്പൊടി പോലെ. താളിപ്പൊടി തലയിൽ മാത്രം ഉപയോഗിക്കുന്നതല്ല, ഇത് എല്ലായിടും ഉപയോഗിക്കുന്നത്. കുളിക്കാനും മേല് തേക്കാനും ഒക്കെ കേട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊന്നൊക്കെ തേച്ചു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് നമുക്ക് മുടി കഴുകിയാൽ പെട്ടെന്ന് ഉണങ്ങണമല്ലോ. വർഷക്കാലമൊക്കെയാണ്. അപ്പോൾ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, കാണാത്തവർ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ ഞാൻ തേക്കാൻ പോകുന്ന ടിപ്സാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഇതാണ് കേട്ടോ. നമ്മൾ ഉലുവയാണ് കേട്ടോ. ഉലുവ കുതിർത്തിയ ഉലുവയുടെ ജെല്ല് കണ്ടോ. അപ്പൊ ഇങ്ങനെ 2 ദിവസം നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് 2 ദിവസം വെക്കുമ്പോൾ ഇതുപോലെ കണ്ടോ, കട്ടിയായിട്ടുള്ള ജെല്ല് നമുക്ക് കിട്ടും കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് കട്ടിയുള്ള ജെല്ല് വേണമെങ്കിൽ 2 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ 2 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച ഉലുവ, പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് എത്ര വേണം ആ അളവെടുക്കാം കേട്ടോ. 2-3 സ്പൂൺ. ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുളപ്പിച്ച ചെറുനാരങ്ങയാണ് കേട്ടോ. ഈ ചെറുപയർ, ക്ഷമിക്കണം തെറ്റുപറ്റിട്ടോ, ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. കണ്ടോ, മുള വന്നിക്കണ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനത് പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാണ് മുളപ്പിച്ച ചെറുപയർ, 3 ഗ്രാം. ഇത് നമുക്ക് രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുതിർന്ന് വരും കണ്ടോ. കുതിർന്ന് വരുമ്പോൾ നമ്മളത് കെട്ടിവെച്ചാൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഈ അരിക്കണ തുണിയിൽ തന്നെയാണ് കേട്ടോ കെട്ടിവെച്ചത്. അപ്പം അതിൽ കെട്ടിവെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടും കൂടി, അതായത് ഈ ഉലുവയും പിന്നെ ഈ മുളപ്പിച്ച ചെറുപയറും കൂടി കൂട്ടിയിട്ട് അരച്ചിട്ട് അപ്പോൾ ഇതിലുള്ള വെള്ളം മതി കേട്ടോ. ഈ ഉലുവയിലുള്ള വെള്ളം മതി. ഉലുവയിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അത് പതുക്കെ ഒന്ന് മാറ്റിയാൽ മതി. ആ ജെല്ലിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം മാറ്റിയാൽ മതി. എന്നിട്ട് ഈ വെള്ളവും ഈ ഉലുവയും അതുപോലെ ഈ ചെറുപയറും കൂടി നമുക്ക് ചേർത്ത് അരയ്ക്കാം. മിക്സിയിൽ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് തലോട്ടിലും തലമുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചോളൂ. ഈ മുളപ്പിച്ച ചെറുപയറിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീനാണത്. ഇതിനു മുമ്പുള്ളതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും പറയാത്തത് കേട്ടോ. അപ്പം നമ്മൾ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്, ഹെയർ ഫോള് തടയാൻ നല്ലതാണ്. പിന്നെ ഉലുവയുടെ പിന്നെ പറയേ വേണ്ടല്ലോ, ഉലുവ ഹെയർ ഗ്രോത്തിന് ബെസ്റ്റാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ളതിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് രണ്ടും കൂടിയുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ പവറാണ് കേട്ടോ, രണ്ടും കൂടി. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നീർക്കെട്ടൊന്നും ഇല്ലാത്തവർക്ക്
എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് എത്ര കൂടുതൽ വെക്കണോ അത്രയും സിൽക്കി ആവും മുടി. ഈ ഉലുവയും കൂടി ചേർക്കണ കാരണം മുടി നല്ല സിൽക്കി ആവും. കാരണം നല്ല രസമായിരിക്കും മുടി. നമുക്ക് ഈ ഉലുവയുടെ ജെല്ലൊക്കെ തേക്കുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും നമുക്ക് കാണാനൊക്കെ ആയിട്ട്. അത്രയും സൂപ്പർ ആയിരിക്കും, മുടി വളരും, മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടിയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ട്. അപ്പൊ നാളെ തേക്കാൻ പോകുന്നത് ഇന്ന് കാണിച്ചു തന്നതാണ്. അപ്പൊ ഇതുപോലെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് നാളെ കാലത്ത് ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് തലമുടിയിലും തലമുട്ടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. എത്രയും കൂടുതൽ സമയം നിങ്ങൾക്ക് തേക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പം നീർപ്പിടുത്തുള്ളവർ രാസനാദിപ്പൊടി തേക്കാം. അതുപോലെ ചിലവർക്ക് തണുപ്പ്, ഉലുവ തണുപ്പാണ് തലയിൽ തേച്ച് കഴിഞ്ഞാൽ, ചെറുപയറും തണുപ്പാണ്. അപ്പോൾ കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ അല്പസമയം നിന്നാൽ മതി കേട്ടോ. ഇതുപോലെ മണിക്കൂറൊന്നും നിൽക്കണമെന്നില്ല. നിങ്ങൾ അല്പസമയം ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ കുറച്ച് നേരം നിൽക്കുന്നവർ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചോളൂ. അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കുറച്ചായിട്ട് ടൈമിംഗ് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം എന്നുള്ളത് 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. നീർപ്പിടുത്തമൊന്നും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക. മഴക്കാലമൊക്കെയാണ്, അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ. ഓരോരുത്തർക്കും പറ്റുന്ന തരത്തിൽ വേണം കേട്ടോ. ഇത് തേച്ച് സമയം കണ്ടെത്താം, നിൽക്കുന്ന സമയം കേട്ടോ. ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത്രയും നേരം ഒന്നും നിൽക്കണ്ട കേട്ടോ. ഈ ചെറുപയറും മുളച്ചക്കണ നോക്കും എന്തോരം വലിപ്പത്തില അല്ലേ, അത്രയും നല്ല രസമാണ്. എന്താ ഈ മുളപ്പിച്ച ചെറുപയർ അകത്തേക്കും കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നമ്മൾ വെറുതെ കടുക് വറുത്തിട്ടിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇത് വേവിക്കാണ്ടും കഴിക്കാം കേട്ടോ. കുരുമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാണ്ടും കഴിക്കാം. അപ്പോൾ വേവിക്കാതെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മിക്കവർക്കും. അപ്പം നിങ്ങൾക്കിത് വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും ഏറ്റവും നല്ലതാണ് മുളപ്പിച്ച ചെറുപയർ കേട്ടോ. മെഴുക്കുവരട്ടിയായിട്ടോ തോരനായിട്ടോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടാനായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. മത്തങ്ങയൊക്കെ കൂട്ടി എരിശ്ശേരി വെക്കുമ്പോഴും ഇതുപോലെ മുളപ്പിച്ച ചെറുപയർ ഏറ്റവും സൂപ്പറാണ് കേട്ടോ. അപ്പം മുളപ്പിക്കുന്ന ചെറുപയറിന് വളരെയധികം ഗുണമുണ്ട്. അപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. മുടി നല്ല സിൽക്കി ഹെയർ ആയിരിക്കും കേട്ടോ. അപ്പം നാളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് തേച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ കഴുകി കളഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ കാണിച്ചു തരാൻ പറ്റും വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ. ഇപ്പം തന്നെ ഈ ബാത്ത് പൗഡർ തേച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ ഷാമ്പു സോപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. പകരം ഇതുപോലെയുള്ള പൊടികളൊക്കെ, നെല്ലിക്കപ്പൊടി, പിന്നെ ബാത്ത് പൗഡർ, പിന്നെ ശിക്കാക്കായി പൊടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഇതും കൂടി, അതായത് മുളപ്പിച്ച ചെറുപയറും ഉലുവയും കൂടി തേച്ച ടിപ്സ് ഉണ്ടല്ലോ, അത് തേച്ച് നമ്മൾ തലയിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ, ഞാൻ പറയുന്ന ഈ മാസ്ക് എല്ലാം നമുക്ക് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. വേറെ അതിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ എഗ്ഗ് ചേർത്തിട്ടുള്ള മാസ്ക് ഒക്കെ ആണെങ്കിൽ തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല, ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ തേച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തേച്ച് പോവുക. ഊരിപ്പോകുന്ന മുടി പൊക്കോട്ടെ കേട്ടോ. നമ്മൾ അധികം വിഷമിക്കണ്ട അതിൽ ഓർത്തിട്ട്. കാരണം നമുക്ക് മുടി പോയാൽ വീണ്ടും വരും. നമ്മൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുടി വരും കണ്ടോ. ഇതുപോലെ ഇത് ലോ ഹെയർ അല്ല കേട്ടോ. മുടി നിങ്ങൾക്ക് നോക്കി ഓരോരുത്തരും മുടി വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കുഞ്ഞു മുടി ഉണ്ടാവും. അതുപോലെ ചെറിയ നീളം കുറഞ്ഞ മുടിയൊക്കെ പോയി വരണ മുടികളാണ് കേട്ടോ. നമ്മളിങ്ങനെ കുളിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴും എടുത്തി കഴിയുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും. നീളം കുറഞ്ഞ മുടി എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് വന്ന മുടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. മുടി കൊഴിഞ്ഞു പോകണമെന്ന് സങ്കടപ്പെടുന്നവർ ഇങ്ങനെ വന്നിട്ട് ലെങ്ത് കുറഞ്ഞിട്ടുള്ള മുടി നോക്കൂ. അപ്പൊ എല്ലാവരുടെയും മുടി തലയിൽ അത് അങ്ങനെ കാണാം, കുഞ്ഞു മുടി കാണാം. അപ്പൊ അത് പൊട്ടിപ്പോകണമല്ല, വളർന്നുകൊണ്ടിരിക്കുന്ന മുടിയാണ് കേട്ടോ. അതുപോലെ തിന്നായിട്ട് പോവാന്ന് പറയുന്നത് നീട്ടം കൂടിയ മുടി പഴയതായിരിക്കും, പുതിയ മുടി അത്രയും വളർന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പൊ അതാണ് ചിലർക്ക് തിന്നായിട്ട് തോന്നാൻ കാരണം. അപ്പൊ ഈ കുഞ്ഞു ടിപ്സ് ഇതൊക്കെ നമുക്ക് നമ്മുടെ അടുക്കളയിൽ നിത്യോപയോഗത്തിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് അല്ലേ. ഉലുവ ചെറുപയറൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക, വൈകുന്നേരം ഒന്ന് കെട്ടി വെക്കുക, പിറ്റേ ദിവസം എടുത്ത് തലയിൽ തേക്കാം. അപ്പോൾ അത്രയും
നല്ലതാണ്. ഇതിന് എനിക്ക് ചിലവർക്ക് സംശയമുണ്ട്, ഇത് ഈ പാക്ക് തേക്കുന്നതിന് മുമ്പ് എണ്ണ തൊട്ട് പിടുത്തണമെന്നൊക്കെ. അത് നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ തേക്കാറില്ല. ഇനി തേക്കണം എന്നുള്ളവർക്ക് എണ്ണ തൊട്ട് പിടുത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്ക് ഒക്കെ തേക്കാം കേട്ടോ. എന്നാലും വിരോധമില്ല കേട്ടോ, അതിനൊന്നും വിരോധമില്ല. അപ്പൊ ഞാൻ ഈ ചില പാക്കിന്റെ കൂടെയൊക്കെ എണ്ണ ചെയ്യാറുണ്ട്. കൂടാതെ വൈകുന്നേരങ്ങളിൽ വിടുത്തുന്ന സമയത്ത് എണ്ണ വിടുത്താറുണ്ട്. പിന്നെ കുറേ നാളുകളായിട്ട് തേക്കാതിരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും വിടുത്തുമ്പോൾ അല്പം കൂടുതൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് എണ്ണ. നീലബിരിങ്ങാടി അതുപോലെയുള്ള ഞാൻ പല എണ്ണകളും മാറി മാറി തേക്കുന്നുണ്ട്. ഹൈബിസ്കസിൻ്റെ ഒക്കെ തേക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പുളുവെട്ട് തൈലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എണ്ണ മാറി തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഞാനത് ശീലിച്ചുകൊണ്ട് എനിക്ക് ഏത് എണ്ണയും ചേരും. അപ്പൊ കുട്ടികളെയൊക്കെ നിങ്ങൾ മാറ്റി തേപ്പിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അവരത് പല എണ്ണ തേച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഏതെണ്ണ ഏത് സാഹചര്യത്തിൽ പോയി ഉപയോഗിച്ചാലും അവർക്ക് വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഒരേ എണ്ണ സ്ഥിരമായിട്ട് തേച്ച് അത് ശീലം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എണ്ണകൾ മാറി തേക്കുമ്പോൾ ചിലർക്ക് നീർപ്പിടുത്തം ഉണ്ടാവും, ഇവിടെ തലനീരിറക്കം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ചിലർ പറയും മുടി ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികളെ ആണെങ്കിലും മാറി മാറി, ഇപ്പൊ എൻ്റെ മോനാണെങ്കിലും ഏത് എണ്ണ അവന് പറ്റും. കാരണം മാറി മാറി എണ്ണ തേക്കുന്നതുകൊണ്ട് ഏതെണ്ണ തേച്ചാലും അവന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ അവന് എന്നെ പോലെ തന്നെയാണ്, എണ്ണകൾ മാറി മാറി തേക്കാറുണ്ട്. ഹൈബിസ്കസിന്റെ തേക്കാറുണ്ട്, റോസ്മേരിയുടെ ഓയിൽ അവൻ തേക്കാറുണ്ട്. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഓയിൽ തേക്കും. അവന് ഏത് എണ്ണയും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കുട്ടികള് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ എണ്ണകൾ മാറ്റി തേച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോയാലും ഏത് എണ്ണ തേച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് പേടിയുണ്ടാവും, കുട്ടികൾക്ക് എണ്ണ മാറ്റി തേക്കുമ്പോൾ അവർക്ക് പിടിക്കോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അത് ശീലിപ്പിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുപോലെ മാസ്ക് കുട്ടിക്കാലത്ത് തന്നെ തേച്ച് പിടിപ്പിക്കാം. അപ്പൊ അങ്ങനെ തേച്ച് ശീലമില്ലാത്തവർക്കാണ് നമ്മൾ എന്ത് തല തേച്ചാലും നീർപ്പിടുത്തമൊക്കെ വരുന്നത്, തലവേദന വരുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഇത് നമ്മൾ ചെറുപ്പത്തിലെ തേക്കാത്തതുകൊണ്ടൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ മാറ്റം വരുത്തണം കേട്ടോ. ഇനി അതെല്ലാം നിങ്ങൾക്ക് വലുതായപ്പോഴാണ് ഇതുപോലെ മാസ്കും കാര്യങ്ങളും തേക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീർപ്പിടുത്തം ഇല്ലാതിരിക്കാൻ വേണ്ടി രാസനാദിപ്പൊടി നെറുകിൽ എന്നിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ അധിക സമയം നിൽക്കരുത് കേട്ടോ. തേച്ച് കുറച്ച് സമയം, ആദ്യത്തെ ദിവസം ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പിന്നെ 15-20 അങ്ങനെ സമയം കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ആഴ്ചയിൽ മറ്റുള്ളവർ ഇപ്പോൾ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുന്നവർ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്യുന്നവർ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അതുപോലെ എണ്ണ മാറ്റി തേക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നെറുകയിൽ ആദ്യം തേക്കരുത് കേട്ടോ. നമ്മൾ പുതിയ എണ്ണ അല്ലെ, വെളിച്ചെണ്ണ എണ്ണ എന്തെങ്കിലുമൊക്കെ നമ്മൾ തേക്കുവാണെങ്കിൽ, അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എടുത്ത് നെറുകയിൽ തേക്കരുത് കേട്ടോ. നെറുകയിൽ തേക്കുമ്പോഴാണ് പെട്ടെന്ന് നീർപ്പിടുത്തം വരുന്നത്. അതായത് അത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പറ്റാതെ വരും. അതിന് പകരം നിങ്ങൾ പുതിയ എണ്ണയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അല്പം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ആദ്യം മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുക. മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ തലയോട്ടിൽ സൈഡിലൊക്കെ അപ്ലൈ ചെയ്യാം, നെറുകയിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നത്തെ ദിവസം എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക. അങ്ങനെ കുറച്ചായിട്ട് നമ്മളത് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ ആയിട്ട് ചെയ്യാൻ പറയുന്നത്. ആദ്യം തന്നെ പുതിയ എണ്ണ എടുത്ത് നമ്മൾ നെറുകയിൽ തേക്കുവാണെങ്കിൽ പിറ്റേ ദിവസം കോൾഡായി, നീർപ്പിടുത്തമായി, നീരിറക്കമായി, തലവേദനയായി ഭയങ്കര പ്രശ്നമാവും കേട്ടോ. അപ്പൊ ഈ എണ്ണ തേക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ചും പറയുന്നു, നീർപ്പിടുത്തുള്ളവരെ രാസനാദിപ്പൊടി ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മുരിങ്ങയുടെ ഇലയുണ്ടല്ലോ, മുരിങ്ങയുടെ നീരെടുത്തിട്ട് ഒന്ന് ചൂടാക്കി അതിൽ അല്പം രാസനാദിപ്പൊടി പേസ്റ്റ് ആക്കിയിട്ട് നെറുകെ തിരുമ്മിക്കോളൂ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തലവേദന ഉള്ളവർക്ക് പെട്ടെന്ന് തലവേദന മാറാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരെടുത്തിട്ട് അതിൽ രാസനാദിപ്പൊടി ചേർത്ത് അലിയിപ്പിച്ചിട്ട് നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ നെറ്റിയിൽ 2 ചെങ്ങിയിലും നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാൻ കുഴപ്പമില്ല കേട്ടോ. തലവേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ തലവേദന ഉള്ളവർക്ക് അങ്ങനെയൊക്കെ നല്ലതാണ്. ഈ രാസനാദിപ്പൊടി കൊണ്ട് അങ്ങനെയും ഗുണമുണ്ട്. അപ്പോൾ ഇതേപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാ ടിപ്സും ഉപയോഗിക്കുന്ന ടിപ്സുകളാണ് കേട്ടോ. അതിന് വളരെയധികം
ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല അല്ലേ? ഇതൊക്കെ തേക്കുമ്പോഴത്തേക്കും. അപ്പൊ ഈ പറഞ്ഞ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. ശീലമുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തേക്കാം കേട്ടോ. തേച്ചിട്ട് ചെയ്യാം. അതുപോലെ ഈ തണുപ്പ് കൂടുതൽ പറ്റാത്തവര് വൈകുന്നേരങ്ങളിൽ കുളിക്കാണ്ടിരിക്കുക കേട്ടോ. മാക്സിമം രാവിലെ കുളിക്കാൻ ശ്രമിക്കുക. കാരണം മുടി ഉണങ്ങണം അല്ലേ? മഴക്കാലമൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിടിക്കാതെയൊക്കെ വരുമ്പോൾ പനിയൊക്കെ വരും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം കാര്യങ്ങൾ. മഴക്കാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. തലമുടിക്കാണെങ്കിലും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നടക്കുവാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കാം കേട്ടോ. എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കാം നമ്മൾ. ഈശ്വരൻ കൂടെ ഉണ്ടാവണേ, കൂടെ ഉണ്ടാവണേ. വലിയ വലിയ ആപത്തൊക്കെ വരുമ്പോൾ നമുക്കത് ചെറുതാക്കി നിസ്സാരമാക്കി തന്നെ നമ്മളെ രക്ഷിക്കും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഈശ്വരനെ ഓർക്കാം, എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കാം, ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കാം നമ്മൾ കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈശ്വരനെ എങ്ങനെ കൂടെ കൊണ്ട് നടക്കാം. അപ്പോൾ ഏതായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, എല്ലാം ഒന്നാണ്. അവരവരെ വിശ്വസിക്കുന്ന ദൈവത്തിന് കേട്ടോ, ആ ദൈവത്തിനെ നമ്മൾ കൂടെ കൊണ്ട് നടക്കാം. പകുതി നമ്മളിങ്ങനെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സമാധാനം സന്തോഷവും കിട്ടും അല്ലേ? നമ്മളുടെ ഇനി അവരെ ഏൽത്തോളും എന്നുള്ള ഒരു ഇത് നമ്മുടെ പകുതി സമാധാനം നമുക്ക് കിട്ടും അല്ലേ? പിന്നെ നമ്മൾ ഈ പറഞ്ഞോണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ചിലവരുടെ സമയത്ത് ഇങ്ങനെ ഉണ്ടാവും, വീഴ്ച ഉണ്ടാവും, അങ്ങനെ കഷ്ടത ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് അബദ്ധമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാത്തിനും ഈശ്വരനെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ എല്ലാം ഈശ്വരനിലേക്ക് അർപ്പിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും ഭഗവാൻ എപ്പോഴും ഉണ്ടാവണേ എന്നും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. ഭഗവാൻ നാവില് വിളയാടാന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. നമ്മൾ എന്ത് പറയുമ്പോഴും നമുക്ക് മനസ്സിന് ഒരു സന്തോഷ സമാധാനം തോന്നുന്ന രീതിയിൽ എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ നമ്മളെ കുറിച്ച് നമ്മൾ പറയാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞെങ്കിൽ നമുക്കത് പ്രതികരിക്കാം. കാരണം ഞങ്ങളങ്ങനെ അത് പറഞ്ഞിട്ടില്ല അല്ലെ, അതിന് പ്രതികരിക്കാം നമുക്ക്, അതിനൊന്നും തെറ്റില്ല. അപ്പം അല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പൊക്കോളൂ, എന്നും നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളുടെ ഓരോ സമയത്തും നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാം, അല്ലാതെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എല്ലാ സമയവും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മഴക്കാലമുള്ള വെള്ളം കൂടി കുറയ്ക്കണ്ട കേട്ടോ. വെള്ളം നമുക്ക് ആവശ്യമാണ് ശരീരത്തിന്. തലച്ചോറിനൊക്കെ വെള്ളം ധാരാളം വേണം അല്ലേ? ബുദ്ധിശക്തി, ഓർമ്മശക്തി ഒക്കെ തരുന്നത് തലച്ചോറിൽ നിന്നാണ് അല്ലേ? അപ്പോൾ എല്ലാവരും വളരെ കെയർ ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.